The next search technique is binary search. Binary search. Binary search എന്ന് പറഞ്ഞാൽ നമ്മൾ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും കമ്പയർ ചെയ്യുമ്പോൾ ബൈനറി സെർച്ച് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺലി ഇൻ സോർട്ടഡ് അറേസ്. ഒരു അറേ നമ്മൾ സോർട്ട് ചെയ്തതിന് ശേഷമേ ബൈനറി സെർച്ച് ടെക്നീക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഇനി ഈ ടെക്നീക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബൈനറി സെർച്ചിന്റെ ലോജിക് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് യു ഹാവ് ടു സോർട്ട് ദി അറേ ഇൻ വിച്ച് ദ വാല്യൂ ഇസ് ടു ബി സെർച്ച്. നമുക്ക് ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യേണ്ടത്, ഏത് അറേയിലാണോ നമ്മൾ പെർട്ടിക്കുലർ വാല്യൂ സെർച്ച് ചെയ്യുന്നത്, ആ അറേ ആദ്യം സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തതിന് ശേഷം ഈ അറേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതല്ല, രണ്ട് ഡിഫറെന്റ് അറേ ആക്കുമെന്നല്ല, സോർട്ട് ചെയ്ത അറേയുടെ മിഡിൽ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കും. മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഈ മിഡിൽ വാല്യൂവിന്റെ മേലാണോ താഴെയാണോ നോക്കും. സപ്പോസ് യു ഹാവ് എ സെറ്റ് ഓഫ് 10 നമ്പേഴ്സ് ഇൻ ആൻ അറേ. ഒരു അറേയിൽ 10 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഈ നമ്പേഴ്സിനെ ഈ അറേ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഈ അറേ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിന് ശേഷം അതിന്റെ മിഡിൽ വാല്യൂവിനെ കണ്ടുപിടിക്കും. മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ എക്സ് ഈ മിഡിൽ വാല്യൂവിന്റെ മേലാണോ താഴെയാണോ എന്ന് നോക്കും. മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡിൽ പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അറേ സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഇതിന്റെ അപ്പർ ഹാഫിലാണോ ലോവർ ഹാഫിലാണോ എന്ന് നോക്കും. അതായത് മിഡിൽ പൊസിഷൻ എടുത്തിട്ട് അതിന് മേലോട്ടാണോ താഴോട്ടാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പം ആ നമ്പർ മിഡിൽ വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ അതിന് മുകളിലായിരിക്കും, മിഡിൽ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ താഴോട്ടായിരിക്കും, അതിന്റെ താഴെയായിരിക്കും. ഇഫ് യു ഹാവ് സോർട്ടഡ് ദി അറേ ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഏത് ഭാഗത്താണെന്ന് നോക്കിയിട്ട് മറ്റേ ഭാഗം നമുക്കങ്ങ് നെഗ്ലെക്ട് ചെയ്യാം. അതായത് മിഡിൽ പൊസിഷനിലെ വാല്യൂ ഏതാണെന്ന് നോക്കിയിട്ട് അതുമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂവിനെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ മിഡിലുള്ള വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ അതിന് മുകളിലോട്ടുള്ള പൊസിഷനിലായിരിക്കും ഈ വാല്യൂ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് താഴോട്ടുള്ള എലിമെന്റ്സിനെ എല്ലാം നെഗ്ലെക്ട് ചെയ്യാം, പിന്നെ അങ്ങോട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഏത് ഭാഗത്ത് കിടക്കുമെന്ന് കണ്ടുപിടിച്ചു. ഇനി അത്രയും പോർഷൻ എടുത്തിട്ട് അതിനെ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ വാല്യൂ കണ്ടുപിടിച്ച് അതിന്റെ ഏത് ഭാഗത്ത് കിടക്കുമെന്ന് നോക്കും. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ്, ഇത് ഏത് ഭാഗത്ത് വരുമെന്നാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. സോ ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും until we come to the conclusion that the value x is not present or we are able to locate the value of x. അപ്പോൾ ഇവിടെ എല്ലാ എലമെന്റും ആയിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ഇത് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അത്രയും നമ്മൾ അതിനെ കണ്ടുപിടിച്ച് ചുരുക്കി അവസാനം നമ്മൾ പറയും അത് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന്. സോ though this technique is a little complicated when compared to linear search. Linear searchനെക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ് ബൈനറി സെർച്ച് എങ്കിലും this is the efficient technique. കാരണം ചുമ്മാ എല്ലാ എലമെന്റ്സിനെയും കൂടെ ചെക്ക് ചെയ്യാതെ അത് വരാൻ പ്രോബബിൾ ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മുടെ സെർച്ചിനെ ലോക്കലൈസ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. പിന്നെ ഒരു പ്രത്യേകത, സോർട്ട് ചെയ്ത അറേയിൽ മാത്രമേ നമുക്ക് ബൈനറി സെർച്ച് ചെയ്യാൻ പറ്റൂ. സോർട്ട് ചെയ്താൽ മാത്രമേ എവിടെ കിടക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോർട്ട് ചെയ്യാതെ ബൈനറി സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. So binary search can be carried out only in sorted arrays.
The array after sorting is split into 2. Then array is split into 2. Then it is checked in which half the value may be present. Then it is checked in which half the value may be present. Then the half containing the value is again divided into 2. The half containing the values again divided into 2. The process is repeated until it is able to locate value of x or conclude that x is not present. So, അങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുന്നത്. Process is repeated until it is able to locate the value or able to conclude that value is absent. സോ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോഗ്രാം നോക്കാം. hash include iostream.h hash include conio.h void main array A size 50 ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡെക്സിന് I, സൈസ് n, സെർച്ച് ചെയ്യേണ്ട വാല്യൂ x, then first last mid. ഇതൊക്കെയാണ് ഫസ്റ്റ് പൊസിഷൻ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് ലാസ്റ്റ് മിഡിൽ. സോ ഇതിൽ എന്തൊക്കെ ഇൻപുട്ട് ചെയ്യണം? ആദ്യം array സൈസും വാല്യൂ ടു ബി searched. Now we are going to input the array elements for I equal to 0, I less than n, I plus plus. Then C in A of I. നമ്മൾ array elements എല്ലാം ഇൻപുട്ട് ചെയ്തു. ഇനി നമ്മൾ പറയുന്നു first equal to 0, ലാസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? n minus 1 and middle equal to first plus last divided by 2. Middle equal to first plus last divided by 2. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അറേ സോർട്ട് ചെയ്യണം. അത് ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഈ കമാൻഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാനൊരു കമന്റ് പോലെ ഇട്ടിട്ടുള്ളൂ, സോർട്ടിങ് ഇൻ ascending order.
എക്സാമിന് സോർട്ടിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് എഴുതരുത്, പകരം ഇവിടെ ഏതെങ്കിലും ഒരു മെത്തേഡ്, അതായത് ബബിൾ സോർട്ടോ സെലക്ഷൻ സോർട്ടോ ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന അറേ നിങ്ങൾ സോർട്ട് ചെയ്യണം. സോ അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് വേണം ഇവിടെ എഴുതാൻ. ഈ സോർട്ടിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ എന്നുള്ള കമന്റ് ഇട്ടേക്കുന്ന ഭാഗത്ത് നിങ്ങൾ അറേ സോർട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. ഞാൻ ഇതിൽ എഴുതിയില്ലെന്നേ ഉള്ളൂ, അവിടെ നിങ്ങൾ അറേ സോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ബൈനറി സെർച്ചിന്റെ എഴുതാം. വൈൽ ഫസ്റ്റ് less than or equal to last. While first less than or equal to last, അതായത് ഫസ്റ്റ് പൊസിഷൻ ലാസ്റ്റിനേക്കാളും ലെസ്സറോ ഈക്വൽ ആവണം, അതുവരെയാണ് നമ്മൾ സെർച്ചിങ് നടത്തുന്നത്. ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ലാസ്റ്റ് മിഡിൽ എന്നൊക്കെ പറയുന്നത് പൊസിഷൻ ആണ്, ഇൻഡെക്സ്. സോ ഇഫ് A of middle less than if A of middle less than x, A of middle less than x, അതായത് മിഡിൽ വാല്യൂവിനേക്കാളും മിഡിൽ വാല്യൂ എക്സിനേക്കാളും ചെറുതാണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മിഡിൽ വാല്യൂ എക്സിനേക്കാളും ചെറുതാണെന്ന് വെച്ചാൽ the value to be searched will be lying in the second half, lower ഹാഫിലായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യേണ്ട വാല്യൂ. ഇപ്പോൾ മിഡിൽ എക്സിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എക്സ് എവിടെയായിരിക്കും? മിഡിലിന്റെ മുകളിലായിരിക്കും. ഇപ്പോൾ മിഡിൽ എ ഓഫ് മിഡിൽ ലെസ് ദാൻ എക്സ്, മിഡിൽ വാല്യൂ എക്സിനേക്കാളും ചെറുതാണെങ്കിൽ എക്സ് എവിടെയായിരിക്കും? മിഡിലിന്റെ താഴെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A of middle less than x ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. We are checking whether A of middle is less than x, അതായത് മിഡിൽ വാല്യൂ എക്സിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എക്സ് എന്ന് പറയുന്നത് ലോവർ ഹാഫിലായിരിക്കും. എക്സ് എന്ന് പറയുന്നത് ലോവർ ഹാഫിലായിരിക്കും. എക്സ് ലോവർ ഹാഫിലാണെങ്കിൽ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് n-1 തന്നെയായിരിക്കും. ഇനി നമുക്ക് ബാക്കി ഹാഫ് എടുത്താൽ മതി. അപ്പം A of middle less than x ആണെന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് ദി അറേ എടുത്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിക്കണം. അപ്പൊ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അറേയുടെ തന്നെ ലാസ്റ്റ് ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ പ്ലസ് 1 ആയിരിക്കും. If the value to be searched lies in the lower half, that is if the value to be searched is greater than the middle value, നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന വാല്യൂ മിഡിലിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അത് മിഡിലിന്റെ താഴെയുള്ള എലിമെന്റ്സിന്റെ ഇടയിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് സെയിം ഇനി നമുക്ക് ഫസ്റ്റിനെ പിടിച്ച് മിഡിൽ പ്ലസ് 1 എന്നുള്ള പൊസിഷൻ ആക്കാം. അതായത് മിഡിൽ വരെയുള്ള പൊസിഷനുകളിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഇല്ല. സോ ഇഫ് A of middle less than x, നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ചെയ്യുന്നു if A of middle is less than x, അങ്ങനെയെങ്കിൽ first will be equal to middle plus 1. First will be equal to middle plus 1. ഇത് ഇഫിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഇസ് ഈക്വൽ ടു മിഡിൽ പ്ലസ് 1. ഇനി അല്ല എൽസ് ഇഫ് A of middle greater than x, A of middle എക്സിനേക്കാളും വലുതാണെങ്കിൽ എക്സ് എവിടെയായിരിക്കും? A of middle മുകളിലായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതുപോലെ വയ്ക്കാം, ലാസ്റ്റിനെ വിളിച്ച് മിഡിൽ മൈനസ് 1 ആക്കണം. എക്സ് ഇനി മുകളിലേട്ടേ ഉള്ളൂ. അപ്പൊ മിഡിൽ തൊട്ട് താഴോട്ടുള്ള എലിമെന്റ്സിൽ എക്സ് ഇല്ല. അപ്പൊ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ മൈനസ് 1 ആണ്. ലാസ്റ്റ് ഈക്വൽ ടു മിഡിൽ മൈനസ് 1. ഇനി അതല്ല, ഇനി ഒരു കണ്ടീഷൻ ഇതിനകത്ത് എന്താ വരാന്ന്? ഇഫ് A of middle less than x, else if A of middle greater than x, else അതായത് ഈക്വൽ ആണെങ്കിലോ എന്ത് പറയാം? C of x is found. ഈക്വൽ ആവുമ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, വാല്യൂ അവിടെ ഉണ്ട്.
For A of middle x equal ആണെങ്കിൽ we can say that value is 4. So ഇത് ഈ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എവിടെ കിടക്കുമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി അത്രയും പോർഷനിനകത്താണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഏത് ഹാഫിലാണ് ഇനി ഇതിൽ ബാക്കി വരുന്നത്. അതായത് ഈ വൈലി കയറി കഴിഞ്ഞ് ഈ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതല്ല വന്നതെങ്കിൽ, അതായത് എക്സ് ഫൗണ്ട് എന്നല്ല കിട്ടുന്നെങ്കിൽ, ഈ എൽസിന്റെ അവിടെ എക്സസ് ഫൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ചെയ്യാം. കൗണ്ട് എടുക്കുന്നില്ല, സെർച്ച് ചെയ്താൽ മാത്രം മതിയെങ്കിൽ സി ഔട്ട് എക്സസ് ഫൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് എക്സസ് ഫൗണ്ട് യു ക്യാൻ ബ്രേക്ക് ഫ്രം ദ ലൂപ്പ്. അതല്ല കൗണ്ട് ആണ് എടുക്കുന്നെങ്കിൽ അവിടെ കൗണ്ടർ പ്ലസ് പ്ലസ് കൊടുക്കണം. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് എവിടെയാണ് കിടക്കുന്നു എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും ആ പോർഷൻ എടുത്തിട്ട് അതിനെ ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്ത് അതിന്റെ ഏത് ഹാഫിലായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് until first less than or equal to last. അപ്പോൾ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും we have to write middle is equal to first plus last divided by 2. ഇനി നമുക്ക് while ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇനി ഈ middle is equal to first plus last by 2 എന്ന് നമ്മൾ ആദ്യം ലൂപ്പിന്റെ വെളിയിൽ ചെയ്തു. ഇത് ഇവിടെ കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് while first less than or equal to last എന്ന് കൊടുത്തിട്ട് ഈ ഇഫിന് മുമ്പ് വേണമെങ്കിൽ middle is equal to first plus last by 2 എന്ന് കൊടുക്കാം. or else ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഇതിപ്പം ഉണ്ടെങ്കിലാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? while ക്ലോസ് ചെയ്തതിന് ശേഷം if first greater than last, ഇതെല്ലാം ചെയ്ത് വന്ന് ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ലാസ്റ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം x is not found in I. See out x is not found. അപ്പോൾ നമ്മൾ ഇതെല്ലാം അതായത് ലൂപ്പ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം ഫസ്റ്റിന്റെ വാല്യൂ ലാസ്റ്റിന് ഗ്രേറ്റർ ആയിട്ടിരിക്കും. അങ്ങനെയെങ്കിൽ see out x is not found. Close the main function. Suppose you have an array. ഇങ്ങനെ വേണ്ട, നിങ്ങളുടെ ഒരു array ഉണ്ടായിരുന്നു, നമ്മൾ അതിനെ സോർട്ട് ചെയ്തതിന് ശേഷം എലമെന്റ്സ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. 0 1 2 3 4 5. നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ 1 എന്നുള്ള വാല്യൂ ഈ അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ അറേ എലിമെന്റ്സ് കാണുന്നുണ്ട്, എന്നാൽ ആക്ച്വലി കാണാൻ നമുക്കറിയാം, പക്ഷെ ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 1 ആണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 0 to 6 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്നത് 0യും ഇത് എത്ര ലാസ്റ്റ് എന്ന് പറയുന്നത് 5ഉം. സോ മിഡിൽ എത്ര വരും? മിഡിൽ വിൽ ബി 0 plus 5 divided by 2. അതായത് 2.5 വരെ നമ്മൾ ഇന്റിജർ ആയിട്ട് എടുക്കുന്നുണ്ട്, 2 എന്ന് വരും. അപ്പോ ഇതാണ് നമ്മുടെ അറേ. അങ്ങനെയെങ്കിൽ a of 2 എത്രയാണ്? a of 2 2. സോ ഇതാണ് മിഡിൽ വാല്യൂ. a of 2 is equal to 2. സോ ഫസ്റ്റ് ഐറ്ററേഷനിൽ ചെക്ക് ചെയ്യുന്നത് ഈ 1 a of 2നേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ 1 a of 2 2 ആണ്, 1 is less than a of 2. അപ്പൊ എന്ത് സംഭവിക്കുന്നു? 1 എന്ന് പറയുന്നത് 2ന്റെ മേലായിരിക്കും, കാരണം നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 1 2ന് മേലായിരിക്കും. ഈ എഴുതിയിരിക്കുന്നത് ആഫ്റ്റർ സോർട്ടിങ് ഇൻ അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ ആകുമ്പോൾ ഇത് തിരിയും. സോ a of 2 equal to 2.
So 1 is less than a of 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ലാസ്റ്റിനെ പിടിച്ച് മാറ്റണം. ആദ്യം ഫസ്റ്റ് 0യും ലാസ്റ്റ് 5 ആയിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റിനെ എന്ത് ചെയ്യണം? മിഡിൽ -1 ആക്കണം. മിഡിൽ എത്രയായിരുന്നു? 2. 2 - 1 ലാസ്റ്റ് എന്ന് പറയുന്നത് ഇനി 1 ആവും. ഇനി വീണ്ടും അടുത്ത ഐറ്ററേഷനിൽ വരും. അപ്പൊ ഇനി വീണ്ടും മിഡിൽ എത്രയായിരിക്കും? അപ്പൊ വീണ്ടും മിഡിൽ എത്രയായിരിക്കും? ഇവിടെ മിഡിൽ 2 ആയിരുന്നു. ഇനി മിഡിൽ എത്രയായിരിക്കും? 0 + 1 1 1 divided by middle will be 1 divided by 2, that is 0. 1/2 എടുക്കുമ്പോൾ 0 വരും മിഡിൽ. ഇനി നോക്കേണ്ടത് ഈ സെർച്ച് ചെയ്യേണ്ട വാല്യൂ 1 ലെസ് ദാൻ a ഓഫ് മിഡിൽ ആണോ? അല്ല, ഗ്രേറ്റർ ആണ്. 1 is greater than a of middle. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് will be middle plus 1, that is ഫസ്റ്റ് 1 ആവും, ലാസ്റ്റ് ഓൾറെഡി 1 ആണ്, ഫസ്റ്റ് ഇനി വീണ്ടും 1 ആവും. അപ്പോൾ അടുത്ത ഐറ്ററേഷനിൽ വരുമ്പോൾ ഫസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാസ്റ്റ് ആണോ? ഫസ്റ്റ് ഇപ്പം 1 ആയി, മിഡിൽ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് 1 ആയി, ലാസ്റ്റ് 1 ആയി. അപ്പോൾ ഇനി അതിന്റെ അവസാനം എന്താ? വീണ്ടും മിഡിൽ കണ്ടുപിടിക്കണം. 1 + 1/2 1. ഇനി അടുത്ത ഐറ്ററേഷനിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് if a of first less than or equal to first is less than or a of middle less than x ആണോ? അല്ല. a of middle greater than x ആണോ? അല്ല. ഇപ്പൊ മിഡിൽ ഏതാണ്? 1. a of middle എത്രയാണ്? 1. സോ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ 1 is equal to a of middle. അപ്പോൾ എന്ത് വരും? x is found എന്ന് പ്രിന്റ് ആവും. അപ്പോൾ ഇവിടെ x is found എന്ന് പ്രിന്റ് ആവും. 1 is found എന്ന് പ്രിന്റ് ആവും. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതായത് അറേ സോർട്ട് ചെയ്തതിന് ശേഷം ഏത് ഹാഫിലാണ് ഈ വാല്യൂ വരുന്നതെന്ന് സെർച്ച് ചെയ്തു. അതിങ്ങനെ നമ്മൾ അറേ ഇങ്ങനെ അറേയുടെ ഏത് ഹാഫിൽ ഈ വാല്യൂ വരുമെന്ന് നമ്മൾ ഇങ്ങനെ നോക്കി 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 ലാസ്റ്റ് നമ്മൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് വരെ അറേ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ആവശ്യമില്ലാതെ എല്ലാ എലിമെന്റ്സും ഇട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം എവിടെ കിടക്കും എന്നുള്ള പൊസിഷനാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. വരാൻ സാധ്യതയുള്ള പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. സോ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് ഉണ്ടെന്ന് കിട്ടുന്നത് അവിടെ ഈ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ മിഡിൽ വാല്യൂ ആയിട്ട് ഈക്വൽ ആവും. ഇത്രയും പ്രോഗ്രാം എഴുതിയതിൽ ഈ കമന്റ് ഇട്ടേക്കുന്ന കണ്ടല്ലോ, സോർട്ടിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ. അവിടെ നിങ്ങൾ സോർട്ടിംഗ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് എഴുതി വെക്കരുത്, പകരം സോർട്ടിംഗിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് എഴുതണം. So this was how binary search is done. Now next is write a program to merge two arrays. Write a program to merge two arrays. Write a program to merge two രണ്ട് array merge ചെയ്യണം. രണ്ട് അറേ മെർജ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് അറേ എയും അറേ ബിയും ഉണ്ട്. ഇതിനെ മെർജ് ചെയ്ത് അറേ സി ആക്കണം. അറേ എയും അറേ ബിയും കൂടെ മെർജ് ചെയ്തിട്ട് അറേ സി ആക്കണം. ഇതിന്റെ സൈസ് എമ്മും ഇതിന്റെ സൈസ് എൻ ആണെങ്കിൽ അറേ സിയുടെ സൈസ് എത്രയായിരിക്കും? m+n ആയിരിക്കും. അറേ എയും അറേ ബിയും ഉണ്ട്, അതിനെ മെർജ് ചെയ്ത് അറേ സി ആക്കുന്നു. അതായത് ആദ്യം എയുടെ എലിമെന്റ്സ് പിന്നെ ബിയുടെ എലിമെന്റ്സ്. അപ്പോൾ അറേ എയുടെ സൈസ് എമ്മും അറേ ബിയുടെ സൈസ് എന്നും ആണെങ്കിൽ മെർജ് ചെയ്യുന്ന അറേയുടെ സൈസ് എത്രയായിരിക്കും? m+n. സോ പ്രോഗ്രാം ഇങ്ങനെയാണ്. #include iostream.h #include
corner dot h void main int a of 100 b of 100 c of 150 c of 200 then m n i m എന്ന് പറയുന്നത് array യുടെ സൈസും n എന്ന് പറയുന്നത് array b യുടെ സൈസും i എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. നമുക്ക് സൈസ് ആദ്യം ഇൻപുട്ട് ചെയ്യാം c m n then for I equal to 0 I less than m I plus plus c in a of I. അങ്ങനെ നമുക്ക് a ലെ എലിമെന്റ്സിനെ ഇൻപുട്ട് ചെയ്യാം. ഇനി b ലെ എലിമെന്റ്സിനെ ഇൻപുട്ട് ചെയ്യാൻ for I equal to 0 I less than n I plus plus c in a of I. c in a of I. പല എലിമെന്റ്സ് എല്ലാം ഇൻപുട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ലൂപ്പ് മെർജ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോവാണ്. ഫോർ I equal to 0 I less than m plus n I plus plus. അപ്പോൾ നമുക്കറിയാം array യുടെ സൈസ് m ഉം array b യുടെ സൈസ് n ഉം array c യുടെ സൈസ് m plus 1. ഇനി array c യുടെ ഇൻഡെക്സ് m-1 വരെ array c യുടെ ഇൻഡെക്സ് m നേക്കാളും താഴെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലിമെന്റ്സ് a യുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സ് എടുത്ത് array c ലോട്ട് പ്ലേസ് ചെയ്യണം. array c യുടെ ഇൻഡെക്സ് m നേക്കാളും ചെറുതാണെങ്കിൽ അതാത് സ്ഥാനത്ത് നമ്മൾ a arrayയുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സിനെ ഇട്ട് കൊടുക്കണം. ഇനി array c യുടെ ഇൻഡെക്സ് m-1 നേക്കാളും മേലോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇൻഡെക്സിലും കറസ്പോണ്ടിങ് ബി അറേയിലെ എലിമെന്റ്സിനെ നമ്മൾ കൊടുക്കണം. സോ നമ്മൾ അടുത്ത ഫോർ ലൂപ്പ് ഇതാണ് മെർജ് ചെയ്യാനുള്ള ഫോർ ലൂപ്പ്. ഫോർ I equal to 0 I less than m plus n I plus plus. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു if I less than m. ഐയുടെ അതായത് arrayയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 തൊട്ട് m-1 വരെ ആയിരിക്കും. അപ്പോൾ നമ്മൾ c യുടെ ഇൻഡെക്സ് I എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ m ആണോ? ആണെങ്കിൽ c of I will be equal to a of I. അതായത് m ന് മുമ്പ് വരെയുള്ള ഇൻഡെക്സിൽ c യുടെ എലിമെന്റ്സ് എന്ന് പറയുന്നത് a യുടെ എലിമെന്റ്സ് ആയിരിക്കും. else c of I is equal to a of I minus m. a of I minus m. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ടെന്നുള്ള മനസ്സിലായത്? a of അല്ല സോറി b of. സപ്പോസ് m is equal to 5 n is equal to 6. അപ്പോൾ c യുടെ സൈസ് എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഇനി I greater than m ആകുമ്പോൾ അതായത് when I is equal to 6 I 6 ആകുമ്പോൾ c of I 6 ആകുമ്പോൾ c of എത്ര 6 എന്ന് പറയുന്നത് I 6 ആവണ്ട I 5 ആയാൽ മതിയല്ലോ. I 5 ആകുമ്പോൾ എത്ര വരണം? അല്ലെ 6 കൊടുത്താലും കുഴപ്പമില്ല. സപ്പോസ് I is equal to 5 എന്നിരിക്കട്ടെ. അപ്പൊ തന്നെ സെക്കൻഡിൽ വരും. I equal to 5 ആകുമ്പോൾ c of 5 will be equal to b of 5 minus 5. That is b of 0. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഇങ്ങനെ നമ്മൾ മെർജ് ചെയ്തു. For I equal to 0, I less than m plus n, I plus plus. If I less than m, C of I equal to A of I, L C of I equal to B of I minus m. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാം? വീണ്ടും ഒരു ഫോർ ലൂപ്പ്. For I equal to 0, I less than m plus n, I plus plus. C out C of I slash n. അപ്പോൾ നമുക്ക് merged array പ്രിന്റ് ചെയ്യാം. ഇങ്ങനെയാണ് array നമ്മൾ merge ചെയ്യുന്നത്. ഇങ്ങനെയാണ് array നമ്മൾ merge ചെയ്യുന്നത്. ആദ്യം ഇൻഡെക്സ് ചെക്ക് ചെയ്യുക. സിയുടെ ഇൻഡെക്സ് ആദ്യം വെക്കേണ്ട arrayയുടെ ഇൻഡെക്സിനെക്കാളും ഗ്രേറ്റർ ആകുമ്പോഴേക്കും രണ്ടാമത്തെ arrayയിലെ എലമെന്റ്സിനെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അത്രേ ഉള്ളൂ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. arrayയുടെ ഇൻഡെക്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യും. സോ 1 ഡയമെൻഷണൽ arrayയിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ പഠിച്ചു. ഇത്രയും പഠിച്ചതുപോലത്തെ അല്ലെങ്കിൽ ഈ ലോജിക്കുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യത്തക്ക വിധത്തിലുള്ള പ്രോഗ്രാംസേ ചോദിക്കും.